നമസ്കാരം, എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ക്വസ്റ്റ്യൻ ടാഗാണ്. ഈ ഒരു പോർഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പല വർഷങ്ങളിലായി PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെടുത്ത് ആ ചോദ്യങ്ങളിലൂടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്കും അതിലെ പല റൂളുകളുമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ടോപ്പിക്ക് ഏകദേശം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. ആദ്യത്തെ ഒരു ചോദ്യം, തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്: ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഒരു ചോദ്യം കാണുമ്പോൾ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്ന് മനസ്സിലായാൽ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, അതിനുള്ള എളുപ്പ വഴിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടാഗിൽ, ഒരു സെൻറ്റൻസിൻ്റെ ടാഗിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ടാഗ് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അറിയാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു ടാഗിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ്: എന്ത്? ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബുണ്ട്, ചിലപ്പോൾ നമുക്ക് നോട്ട് എന്നൊരു വാക്കുണ്ട്, അതിനുശേഷം ഒരു പ്രോനൗൺ ഉണ്ട്, അല്ലേ? ഇത്രയുമാണ് ഒരു ടാഗിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഓക്സിലറി ഉണ്ടാകും, ചിലപ്പോൾ ഈ നോട്ട് എന്ന വാക്കുണ്ടാകും, അതിനുശേഷം ഒരു പ്രോനൗൺ ഉണ്ടാകും. ഇതാണ് ഒരു ടാഗിൻ്റെ സ്ട്രക്ചർ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ചോദ്യം വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നാണ് എന്ന് മനസ്സിലായാൽ നമ്മൾ ഇനി അവിടെ മുതൽ എങ്ങനെ ചിന്തിച്ച് തുടങ്ങണം? അടുത്ത കാര്യം എന്താണ്? ഇനി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഞാനിതൊരു 3 സ്റ്റെപ്പായിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ്. അപ്പോൾ ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്: ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, അല്ലെങ്കിൽ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്. അപ്പോൾ ഇങ്ങനെയുള്ള 10-24 വാക്കുകളുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഓക്സിലറി വെർബുകൾ ഏതെങ്കിലും ആ സെൻറ്റൻസിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എല്ലാ സെൻറ്റൻസിനകത്തും ഈ ഓക്സിലറി വെർബ് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ ഓക്സിലറി ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്സിലറി ഇല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്തെ മെയിൻ വെർബിലേക്ക് നോക്കണം. വെർബില്ലാതെ ഒരു സെൻറ്റൻസ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ മെയിൻ വെർബിലേക്ക് നമ്മൾ നോക്കി. അപ്പോൾ ആ മെയിൻ വെർബിലേക്ക് നോക്കുമ്പോൾ 3 സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ആ വെർബ് V1ൻ്റെ സിംഗുലർ ഫോം ആകാം, അല്ലെങ്കിൽ ആ വെർബ് V1ൻ്റെ പ്ലൂറൽ ഫോം ആകാം, അല്ലെങ്കിൽ ആ വെർബ് ഒരു V2 ആകാം. V1ൻ്റെ സിംഗുലർ ആകാം, V1ൻ്റെ പ്ലൂറൽ ആകാം, V2 ആകാം. നമുക്ക് വേണ്ടിയത് എന്താണ്? ഓക്സിലറി ഇല്ല, അതുകൊണ്ട് ഓക്സിലറി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെർബിൽ നോക്കിയത്. അപ്പോൾ V1ൻ്റെ സിംഗുലർ ആണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ വെർബ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ്സ് ഒരു സിംഗുലർ ആണ്, അല്ലേ? റൈറ്റ്സ്, ഗോസ്, കംസ്, മേക്സ്, ബൈസ്, ബ്രിങ്സ്, ടേക്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള എസ്സിലോ ESലോ അവസാനിക്കുന്ന ഒരു വെർബാണെങ്കിൽ, അങ്ങനെ ഒരു വാക്കാണെങ്കിൽ അത് V1ൻ്റെ സിംഗുലർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിംഗുലർ വാക്കാണ് നമ്മുടെ മെയിൻ വെർബെങ്കിൽ ആ വാക്കിന് പകരം നമ്മൾ ടാഗിൽ കൊടുക്കേണ്ട, ടാഗിൽ ഉപയോഗിക്കേണ്ട ഓക്സിലറി ഏതാണ്? ഡസ് എന്ന ഓക്സിലറിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡസ് കിട്ടും. ഇനി നമ്മുടെ വെർബ് നമ്മൾ നോക്കി, ഒരു V1ൻ്റെ പ്ലൂറൽ ഫോമാണ് എന്ന് വെച്ചാൽ ഡു ഫോം. ഏത്? ഗീവ്, മേക്ക്, റൈറ്റ്, ബൈ, ബ്രിങ്, ടീച്ച്, കം, ഗോ, ഇങ്ങനെയുള്ള V1 പ്ലൂറൽ ഫോം ആണെങ്കിൽ അതിന് പകരം നമുക്ക് ഡു എന്ന ഓക്സിലറി ടാഗിൽ ഉപയോഗിക്കാം. ഇനി നമ്മുടെ വെർബ് ഒരു V2 ആണ്. V2 റോട്ട് V2 ആണ്. ടുക്ക് V2 വെർബാണ്. ബോട്ട് എന്നുള്ളത് ബൈയുടെ പാസ്റ്റ് V2 ആണ്. കോട്ട് എന്നുള്ളത് ക്യാച്ചിൻ്റെ പാസ്റ്റ് ആണ്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ആണ് ബ്രോട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാസ്റ്റ് വെർബാണെങ്കിൽ, V2 വെർബാണെങ്കിൽ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡിഡ് എന്ന ഓക്സിലറിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പഠിച്ച് V1ൻ്റെ സിംഗുലർ ആണെങ്കിൽ ഡു, V1ൻ്റെ സിംഗുലർ ആണെങ്കിൽ ഡസ്, V1ൻ്റെ പ്ലൂറൽ ആണെങ്കിൽ ഡു, V2 ആണെങ്കിൽ ഡിഡ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കി. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഇതുപോലെ ഓക്സിലറിയെ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഏതാണ്? സെൻറ്റൻസ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ? നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് എന്താണ്? നെഗറ്റീവ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ വീണ്ടും സെൻറ്റൻസിനെ നോക്കി, സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓക്കെ. ഇനി സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് നെഗറ്റീവ് വാക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. നെഗറ്റീവ് വാക്കുകൾ ഏതൊക്കെയാണ്? നോ എന്ന വാക്ക്, അല്ലേ? നോ നെഗറ്റീവ് ആണ്. നോട്ട് എന്ന വാക്കുണ്ടോ? നെഗറ്റീവ് ആണ്. നോ വൺ നെഗറ്റീവ് ആണ്. നോ ബഡി എന്ന വാക്കുണ്ടെങ്കിൽ, നോ വെയർ എന്ന വാക്കുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നൈദർ എന്ന വാക്കാകാം, നെവർ എന്ന വാക്കാകാം, നത്തിങ് ആകാം, നൺ ആകാം, ഹാർഡ്ലി, സ്കെയർസ്ലി, ബെയർലി, റയർലി, സെൽഡം, ഇങ്ങനെയുള്ള വാക്കുകൾ. അതുപോലെ ഫ്യൂ എന്ന വാക്ക്,
ലിറ്റിൽ എന്ന വാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും വാക്ക് ആ സെൻറ്റൻസിൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് എന്താണ് അതിൻ്റെ ടാഗ്, നമുക്ക് കിട്ടേണ്ട ടാഗ് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കി. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ടാഗിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം കിട്ടിയ ഓക്സിലറിയോട് കൂടി നമ്മളെ നോട്ട് എന്ന് കൂട്ടിച്ചേർക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കിട്ടിയ ഓക്സിലറിയോട് കൂടി നമുക്ക് നോട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് കിട്ടും? സെൻറ്റൻസ് അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആകും. ഓക്കെ, ഇനി സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട അല്ലേ? അതാണ് 2 സ്റ്റെപ്പുകൾ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിലേക്ക് നോക്കി. എന്നിട്ടോ സബ്ജക്റ്റായി നിൽക്കുന്ന വാക്ക് ഏതാണ്? തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആണെങ്കിൽ ആ പ്രോനൗൺ ആയിരിക്കും നമ്മുടെ ടാഗിൽ വരുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു ടാഗിൻ്റെ സ്ട്രക്ചർ പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആണെങ്കിൽ ആ പ്രോനൗൺ തന്നെയായിരിക്കും ടാഗിലും വരുന്നത്. ഇനി ചിലപ്പോൾ പ്രോനൗൺ വന്നെന്നില്ല. തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആകണമെന്നൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ പേരാകും. അരുൺ എന്നൊരു പേര് നമ്മൾ കാണുകയാണ് അല്ലേ? കിരൺ എന്നൊരു പേര് നമ്മൾ കാണുകയാണ്. അശ്വതി എന്നോ ഐശ്വര്യ എന്നോ ആവാം. ബോയ്സ് എന്നാകാം, സ്റ്റുഡൻസ് എന്നാകാം, ടീച്ചേഴ്സ് എന്നാകാം. ഓക്കെ, അങ്ങനെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോനൗൺ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്തായാലും ടാഗിൽ പ്രോനൗൺ വേണം. പക്ഷേ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് പ്രോനൗണും അല്ല. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോനൗൺ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു മെയിൽ നെയിം ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ പേരാണെങ്കിൽ നമ്മൾ ഹി എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഇനി ഒരു ഫീമെയിൽ നെയിം ആണെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരാണ്, ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിൽ നമുക്ക് ഷീ എന്ന പ്രോനൗൺ ഉപയോഗിക്കാം. ഇനി അതല്ല, ബോയ്സ് എന്നാണ്, ചിൽഡ്രൻ എന്നാണ്, സ്റ്റുഡൻസ് എന്നാണ്, പ്ലേയേഴ്സ് എന്നാണ്, സിംഗേഴ്സ് എന്നാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ നമ്മൾ ദേ എന്ന വാക്കാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അതുപോലെ തന്നിരിക്കുന്ന വാക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോനൗൺ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഏത് വാക്കിന് പകരം ഏതാണ് നിൽക്കുന്നത് അതറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ പറയാൻ പെട്ടെന്ന് ഓർത്തേ. ഒരു മെയിൽ നെയിം ആണെങ്കിൽ നമുക്ക് ഹി എന്ന പ്രോനൗൺ ഉപയോഗിക്കാം. ഇനി ഒരു ഫീമെയിൽ നെയിം ആണെങ്കിൽ പകരം ഷീ എന്ന് ഉപയോഗിക്കാം. ചൈൽഡ്, കിഡ്, ഇൻഫൻറ്റ് ഇങ്ങനെയുള്ള വാക്കുകളാണെങ്കിൽ, ഏത് ചൈൽഡ്, കിഡ്, ഇൻഫൻറ്റ് ഇങ്ങനെയുള്ള വാക്കുകളാണെങ്കിൽ ചൈൽഡ്, കിഡ്, ഇൻഫൻറ്റ് ഓർത്തിരുന്നോണം. ചൈൽഡ്, കിഡ്, അതുപോലെ ഇൻഫൻറ്റ് ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പകരം ഏതാണ്? ഇറ്റ് എന്ന പ്രോനൗൺ ആയിരിക്കും. ഇങ്ങനെയുള്ള വാക്കുകളാണ് സബ്ജക്റ്റിൽ നിൽക്കുന്നതെങ്കിൽ അവയ്ക്ക് പകരം ഇറ്റ് എന്ന പ്രോനൗൺ ഉപയോഗിക്കും. ഇനി അതുപോലെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ പേരാണ് സബ്ജക്റ്റിൽ വരുന്നത്. ദ ഡോഗ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. ഒരു മൃഗത്തിൻ്റെ പേരാണെന്ന് മനസ്സിലായി അല്ലേ? അതിന് പകരം നമുക്ക് ഇറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമ്മൺ എന്ന വാക്ക്, സംബഡി എന്ന വാക്ക് നോ വൺ ആകാം, നോ ബഡി ആകാം, എനിവൺ ആകാം, എനിബഡി ആകാം, അതുപോലെ എവ്രി വൺ, എവ്രിബഡി ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി നിൽക്കുന്നതെങ്കിൽ അതിന് പകരം നമ്മൾ ടാഗിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺ ഏതാണ്? ദൈ എന്ന പ്രോനൗണാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ടാഗുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. 3 കാര്യങ്ങളല്ല പറഞ്ഞ്. ഒന്ന്, ഓക്സിലറി ഏതാണെന്ന് നോക്കുക. ഓക്സിലറി ഇല്ലെങ്കിൽ മെയിൻ വെർബിൽ നിന്നും ഇതേപോലെ ഓക്സിലറി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കി. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? സബ്ജക്റ്റായി നിൽക്കുന്ന വാക്ക് പ്രോനൗൺ ആണെങ്കിൽ അത് എഴുതി കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു വാക്കാണെങ്കിൽ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോനൗൺ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നൊരു ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ചോദ്യം വായിച്ചപ്പോഴേ ഞാൻ ആദ്യം നോക്കിയത് ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ഓക്സിലറി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ഈ ചോദ്യത്തിൽ ഓക്സിലറി വെർബിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ മെയിൻ വെർബ് ഏതാണ്? മെയിൻ വെർബ് എനിക്ക് കിട്ടി. അത് സ്പീക്സ് ആണ്. സ്പീക്സ് എന്ന വാക്ക് ഒരു V1-ൻ്റെ സിംഗുലർ ആണ്. അപ്പോൾ എനിക്ക് ഏത് ഓക്സിലറി കിട്ടും? ഡസ് എന്ന ഓക്സിലറി ഞാൻ അതിന് പകരം കിട്ടി അല്ലേ? സിംഗുലർ ആണെങ്കിൽ ഡസ്. വീണ്ടും ഞാൻ നോക്കി ആ സെൻറ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ. ഈ സെൻറ്റൻസിനകത്ത് ഞാൻ പഠിച്ചിട്ടുള്ള നെഗറ്റീവ് വാക്കുകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ ഞാൻ ഡസിനോട് കൂടി നോട്ട് ചേർത്തു. ഡസിൻ്റെ എന്ന് എനിക്ക് കിട്ടി. വീണ്ടും ഞാൻ ആ സെൻറ്റൻസ് വായിച്ചു. അതിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? ഷീ എന്നാണ്. അപ്പോൾ ഷീ എന്നതൊരു പ്രോനൗൺ ആണ്. അതിട്ട് കൊടുത്തു. അങ്ങനെ എനിക്ക് ആൻസർ ഡസിൻ്റെ ഷീ എന്ന് കിട്ടി. മനസ്സിലായോ? അങ്ങനെ ഓപ്ഷനിലേക്ക് നോക്കി. ഓപ്ഷൻ സി ഡസിൻ്റെ ഷീ എന്ന് എനിക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഐ ആം എൽഡർ ടു യു.
ഐ ആം എൽഡർ ടു യു. ചോദ്യം ഒന്നാമത്തെ തവണ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആം എന്ന ഓക്സിലറി കിട്ടി. ഏതാണ്? ആം എന്ന ഓക്സിലറി കിട്ടി. രണ്ടാമത് വീണ്ടും വായിക്കുകയാണ്. ആ സെൻറ്റൻസിൽ ഏതെങ്കിലും നെഗറ്റീവ് വാക്കുണ്ടോ? കാരണം സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വായിച്ചു, എനിക്ക് മനസ്സിലായി അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതിൽ നെഗറ്റീവ് വാക്കുകളൊന്നുമില്ല, അതായത് അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണമല്ലോ. ഞാൻ അങ്ങനെ ഓക്സിലറിയോട് കൂടി നോട്ട് കൂടി ചേർത്തു. അങ്ങനെ ആം പ്ലസ് നോട്ട് എന്ന് കിട്ടി. ആം പ്ലസ് നോട്ട് എന്നുള്ളത് എന്തായി മാറണം? ആറിൻ്റെ എന്നായി മാറണം. ആം പ്ലസ് നോട്ട് ആറിൻ്റെ എന്നായി മാറണം. ഓക്കെ, നമ്മൾ ഓക്സിലറിയോട് കൂടി ഈ നോട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു 3-4 എണ്ണത്തിൽ മാറ്റമുണ്ട്. ആം പ്ലസ് നോട്ട് എന്നുള്ളത് ആറിൻ്റെ എന്നായി മാറുന്നു. വിൽ പ്ലസ് നോട്ട് വോണ്ട് എന്നായി മാറുന്നു. ഷാൽ പ്ലസ് നോട്ട് ഷാൻഡ് എന്നായി മാറുന്നു. യൂസ്ഡ് ടു പ്ലസ് നോട്ട് ഡിഡിൻഡ് എന്നായി മാറുന്നു. 4 എണ്ണം ഓർത്ത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു ആം പ്ലസ് നോട്ട് ആറിൻഡ് എന്നായി മാറുന്നു. ഇനി എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന ഓക്സിലറി വില്ലാണെങ്കിൽ വില്ലിനോട് കൂടി നോട്ട് കൂട്ടി ചേർക്കുമ്പോൾ അത് വോണ്ട് എന്നായി മാറുന്നു. ഷാൽ ആണെങ്കിൽ ഷാൽ പ്ലസ് നോട്ട് ഷാൻഡ് എന്നായി മാറുന്നു. ഇനി യൂസ്ഡ് ടു എന്ന മോഡലാണ് കിട്ടുന്നതെങ്കിൽ യൂസ്ഡ് ടു എന്ന ഓക്സിലറി ആണെങ്കിൽ അതിനോട് കൂടി നോട്ടെന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഡിഡിൻഡ് എന്നായി മാറുന്നു. ഓക്കെ, പഠിച്ചോ? ആ 4 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വേണം. അപ്പോൾ ഇവിടെ ആം പ്ലസ് നോട്ട് ആറിൻ്റെ ആയി. ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? ഐ എന്ന പ്രൊനൗൺ കിടപ്പുണ്ട്. അങ്ങനെ ഐ ഇട്ട് കൊടുത്തു, നമുക്ക് ആൻസർ കിട്ടി. ആറിൻ്റെ ആയി തന്നിരിക്കുന്ന ഓപ്ഷനിലുണ്ടോ? ആറിൻ്റെ ആയി ഉണ്ട്, ഓപ്ഷൻ എ ആറിൻ്റെ ആയി. അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് കിട്ടി. നമുക്ക് നോക്കാം മൂന്നാമത്തേത്. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. അല്ലേ, നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. നമ്മൾ വായിച്ച് നോക്കി, സെൻറ്റൻസിൽ ഓക്സിലറി ഉണ്ടോ? നോക്കി, ഓക്സിലറി ഇല്ല. ഓക്സിലറി ഇല്ലെങ്കിൽ വേണ്ട, മെയിൻ വെർബ് ഉണ്ട്. മെയിൻ വെർബ് ഏതാണ്? അറ്റൻഡഡ്. അറ്റൻഡഡ് എന്നുള്ള മെയിൻ വെർബിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അറ്റൻഡഡ് V2 ആണ്. V2 ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ ഓക്സിലറി ഏതാണ്? ഡിഡ് കിട്ടി. വീണ്ടും ഞാൻ വായിച്ചു, സെൻറ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ? അപ്പോഴാണ് നൺ എന്ന വാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നൺ എന്ന വാക്ക് നെഗറ്റീവാണ്, അതിൻ്റെ അർത്ഥം ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ഡിഡ് എന്നുള്ളത് ഡിഡിൻ്റെ ആകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഡിഡായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഞാൻ നോക്കി, ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി നിൽക്കുന്ന വാക്ക് ഏതാണ്? അവിടെ വീണ്ടും നണ്ണാണ്. സെൻറ്റൻസ് തുടങ്ങുന്നത് നണ്ണിലാണ്. നൺ എന്ന വാക്ക് സബ്ജക്റ്റായി വരുന്നുണ്ടെങ്കിൽ ദൈ എന്ന പ്രോനൗൺ ഉപയോഗിക്കണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ഡിഡ് ദൈ എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ ഡിഡ് ദൈ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് 1-2 ചോദ്യങ്ങളോട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്. ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ എന്താണ്? ചോദ്യം കണ്ടപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഇതൊരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ് എന്നുള്ള കാര്യം. ഇമ്പരറ്റീവ് സെൻറ്റൻസ്, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനി ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് എന്താണ്? ഇമ്പരറ്റീവ് സെൻറ്റൻസുകളുടെ ടാഗിന് പ്രത്യേകതയുണ്ട്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെയല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, സജഷൻ, ബ്ലസ്സിംഗ്, അങ്ങനെ ഇങ്ങനെ പറയുന്ന കുറേ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസിന് തുടക്കം എന്താണ്? ഒരു വെർബിലാണ്. വെർബിൽ തുടങ്ങുന്നവയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. കം ഹിയർ, ഗോ ദെയർ അല്ലേ? ഗിവ് മീ യുവർ പെൻ, ബ്രേക്ക് ദ ഗ്ലാസ്, ഓപ്പൺ ദി ഡോർ, ക്ലോസ് ദ വിൻഡോ. ഇതെല്ലാം എന്താണ്? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു സെൻറ്റൻസിൻ്റെ തുടക്കം ഒരു വെർബിലാണെങ്കിൽ അത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെയാണ് ടാഗ് കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ടാഗായി വരാൻ സാധ്യതയുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ സാധ്യത എന്നത് വിൽ യു എന്നൊരു ടാഗ് വരാം. വിൽ യു. ഇനി രണ്ടാമത്തേത് വോണ്ട് യു എന്ന ഒരു ടാഗ് വരാം. വിൽ യു ആകാം, വോണ്ട് യു ആകാം. മൂന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ക്യാൻഡ് യു എന്ന ഒരു ടാഗ് വരാം. വിൽ യു, വോണ്ട് യു, ക്യാൻഡ് യു. ഈ 3-ൽ ഏതെങ്കിലും ഒരു ടാഗേ വരികയുള്ളൂ. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ വിൽ യു ആകാം, അല്ലെങ്കിൽ വോണ്ട് യു ആകാം, അല്ലെങ്കിൽ ക്യാൻഡ് യു ആകാം. ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഈ 3 ടാഗിൽ ഏതെങ്കിലും ഒന്നായി അതിൻ്റെ ആൻസറിൽ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം, ഇത് വിൽ യു ആണോ, വോണ്ട് യു ആണോ, ക്യാൻഡ് യു ആണോ, ഇത് എങ്ങനെ തിരിച്ചറിയും? ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ മറ്റൊന്നും ആലോചിക്കാനില്ല, അതായിരിക്കും ആൻസർ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 4 എണ്ണത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ അതായിരിക്കും ആൻസർ. പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതി ചിന്തിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി മറ്റൊരു സാഹചര്യം, ഒന്നിലധികം വന്നാൽ ചിലപ്പോൾ വിൽ യുവും വോണ്ട് യുവും വരാം, ചിലപ്പോൾ വിൽ യു, ക്യാൻഡ് യു, ഇത് രണ്ടും ഓപ്ഷനിൽ വരാം. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഇമ്പരേറ്റീവ് സെൻറ്റൻസിലേക്ക് നമ്മൾ നോക്കി, അതൊരു നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണെങ്കിൽ, ഒരു നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് പോസിറ്റീവ് ആണ് എന്ന രീതിയിൽ ചിന്തിക്കാമല്ലോ. നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. നെഗറ്റീവ് ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോണ്ടിൽ തുടങ്ങുന്നതാണെങ്കിൽ നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണ്. അപ്പോൾ ഡോണ്ടിൽ തുടങ്ങുന്നതാണെങ്കിൽ അവിടെ നമുക്ക് ടാഗായിട്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റും? വിൽ യു എന്ന ടാഗ് ഉപയോഗിക്കാം.
ഡോണ്ടിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് എന്തായിരിക്കും? വിൽ യു എന്നാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ടാഗ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോണ്ടിൽ തുടങ്ങുന്നതാണെങ്കിൽ നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് വിൽ യു എന്നായിരിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് 3 ഓപ്ഷനും ഉണ്ട്. വിൽ യു ഉണ്ട്, വോണ്ട് യു ഉണ്ട്, ക്യാൻ ഡു ഉണ്ട്. 3 കൂടെ ഒരുമിച്ച് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിന് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു വെക്കേണ്ട ഈ 3 വരുന്ന 3 സാഹചര്യങ്ങളെക്കുറിച്ചാണ്. വിൽ യു എന്ന ടാഗ് ഉപയോഗിക്കുന്നത് ഒരു സിമ്പിൾ ഇമ്പരറ്റീവിൻ്റെ ടാഗായിട്ടാണ് വിൽ യു ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഇമ്പരറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ അത് നൽകുന്ന മീനിങ് സിമ്പിളാണ്, ഒരു സിമ്പിൾ സെൻസാണ് എന്ന് പറഞ്ഞാൽ അതിന് അത്രമാത്രം വലിയ പ്രാധാന്യമേ ഒന്നും ഉണ്ടാവില്ല. ഒരു നിസ്സാരമായൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു, നിസ്സാര സംഗതിയെക്കുറിച്ചായിരിക്കും അതവിടെ സൂചിപ്പിക്കുന്നത്. ഇനി വോണ്ട് യു എന്ന ടാഗ് ഉപയോഗിക്കുമ്പോൾ അതെന്താണ്? അത് അർജൻ്റായിട്ടുള്ള ഒരു അർജൻസിയെ, എമർജൻസിയെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിയന്തര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ഗുരുതരമായൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും അത് പറയുന്നത്. ഓക്കെ, ഇനി ക്യാൻ ഡു എന്ന ടാഗ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ, വഴക്ക് പറയുമ്പോൾ, ഒരു കാര്യത്തോടുള്ള നമ്മുടെ പൂർണ്ണമായ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ, നമ്മുടെ ഇംപേഷ്യൻസ് കാണിക്കുന്ന സാഹചര്യത്തിൽ, അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ടാഗാണ് ക്യാൻ ഡു. ഒന്നുകൂടി പറയട്ടെ, വിൽ യു എന്നുള്ളത് സിമ്പിൾ ഇമ്പരേറ്റീവ് ആണ്. നമ്മൾ പറയും ഹാവ് എ കപ്പ് ഓഫ് കോഫി, വിൽ യു. ഓക്കെ, ഇനി വോണ്ട് യു. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ നോക്കി അയാൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, പനിയുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അയാളോട് പറയാണ് കൺസൾട്ട് എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. ഒരാളെ കണ്ടപ്പോൾ അയാളോട് പറയാണ് കൺസൾട്ട് എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ പറയുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിപ്പോൾ തന്നെ നടക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ്? അതൊരു അർജൻസിയെ കാണിക്കുന്ന ഒന്നാണ്. ആദ്യം പറഞ്ഞത് ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുന്ന ലാഘവത്തോടു കൂടി പറയുന്ന ഒരു സെൻറ്റൻസ് അല്ല അപ്പോൾ പറയുന്നത്. അപ്പോൾ സീരിയസ്നെസ് ഉണ്ട് അതിൽ, അല്ലേ? ഒരു അർജൻസിയെ, എമർജൻസിയെ കാണിക്കുന്ന അത്തരം ടാഗുകളാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? വോണ്ട് യു എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ഇനി ക്യാൻ ഡു എന്ന ടാഗ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് കുട്ടികളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഷൗട്ട് ചെയ്ത് അലറിക്കൊണ്ട് പറയുന്ന പല സെൻറ്റൻസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബിഹേവ് യുവർ സെൽഫ്, അങ്ങനെ കേൾക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്, അല്ലേ? ബിഹേവ് യുവർ സെൽഫ്, ക്യാൻ ഡു. ഓക്കെ, അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടുന്ന, ഷൗട്ട് ചെയ്യുന്ന, നമ്മൾ അക്ഷമരായിട്ട് സംസാരിക്കുന്ന അത്തരം ടാഗുകളാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ക്യാൻ ഡു എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 കൂടെ ഒരു ഓപ്ഷനിൽ വരികയാണെങ്കിൽ ഈ രീതിയിൽ ചിന്തിച്ച് ഏതാണെന്ന് തിരിച്ചെടുക്കുക. 1 മാത്രമേ ഉള്ളെങ്കിൽ അതാണ് ആൻസർ. 2 ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അത് ഏത് സാഹചര്യത്തിൽ, അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, ആ രീതിയിൽ ചൂസ് ചെയ്യാം. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ ഓപ്ഷനിലേക്ക് വായിച്ച് നോക്കി. ഡു യു ഉണ്ട്, ക്യാൻ യു ഉണ്ട്, ഡോണ്ട് യു ഉണ്ട്, വിൽ യു ഉണ്ട്. വേറെ ഒന്നും നോക്കാനില്ല. തന്നിരിക്കുന്ന ഓപ്ഷൻ വായിച്ചപ്പോഴൊരു കാര്യം മനസ്സിലായി. നമ്മൾ പഠിച്ചേക്കുന്ന 3 എണ്ണത്തിൽ വിൽ യു മാത്രമേ അതിൻ്റെ ആൻസറിലുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ല, വിൽ യു എന്ന ടാഗ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, കീപ് ക്വൈറ്റ്. കീപ് ക്വൈറ്റ് നോക്കി. വിൽ യു ഉണ്ട്, ക്യാൻ യു നമുക്ക് വരില്ലെന്നറിയാം, ഡു യു വരില്ലെന്നറിയാം, വിൽ യു ഉണ്ട്, ക്യാൻ ഡു യു ഉണ്ട്. വിൽ യു ഉണ്ട്, ക്യാൻ ഡു യു ഉണ്ട്. പിന്നെ ഈ സെൻറ്റൻസ് അപ്പോൾ എന്താണ്? കീപ് ക്വൈറ്റ്. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, അല്ലേ? ദേഷ്യപ്പെടുന്ന ഒരു സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ അല്പം ദേഷ്യത്തോടു കൂടി, അരിശത്തോടു കൂടി പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന് ടാഗിന് സാധ്യത ഏതാണ്? ക്യാൻ ഡു എന്നാണ്. വിൽ യു എന്നതിനേക്കാളും ക്യാൻ ഡു ആണ്. അത് മാത്രമല്ല മറ്റൊരു രീതി ചിന്തിച്ചാൽ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ചൂസ് ചെയ്യുന്നു. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ചിന്തിച്ച് ക്യാൻ ഡു എന്നൊരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് തരുന്നതെങ്കിൽ ഈ രീതിയിൽ ചിന്തിച്ച് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഒരു 3 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ പറഞ്ഞു. ഒരു ചോദ്യം കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. രണ്ടാമതൊരു ഭാഗത്ത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് വന്നാൽ അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടാം, അതാണ് നമ്മൾ ഈ ചെറിയൊരു സമയം കൊണ്ട് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.